പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് ജഡ്ജ് തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി സമർപ്പിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് മനസ്സിലായി. അദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ്. നമുക്കറിയാം 8-9 ദിവസമായി അദ്ദേഹം ഒളിവിലാണ്. അയാൾ ഹൈക്കോടതിയിൽ പോയത് സെഷൻസ് ജഡ്ജ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സെഷൻസ് കോടതിയിൽ നിന്ന് വന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഈ വിധിയുടെ വിശദാംശങ്ങളെ കുറിച്ചിട്ട് എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കുകയാണ്. അയാൾക്കെതിരെയുള്ള വകുപ്പുകളെന്ന് പറയുന്നത് BNSലെ 64(2)F, 64(2)H, 64(2)M, 89, 115(2), 351(3), read with 3(5) of Bharatiya Nyaya Samhita and section 66(E) of Information Technology Act. ഇതാണ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന വകുപ്പ്. വളരെ ഗൗരവമായിട്ടുള്ള വകുപ്പുകളായിരുന്നു. ജീവപര്യന്തം തടവിച്ചിട്ട പോലും കിട്ടാവുന്ന ബലാത്സംഗം ആയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട നിർബന്ധിത ബലാത്സംഗമായിട്ടുള്ള നിർബന്ധിത ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ്, അധികാര സ്ഥാനത്തിരിക്കുമ്പോഴുള്ള ബലാത്സംഗം, അങ്ങനെ ഉൾപ്പെടെ വളരെ അതീവ ഗൗരവമായിട്ടുള്ള വകുപ്പുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. എന്നാൽ ഈ വിധിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ വിധി പ്രഖ്യാപിച്ചത് നസീറ S എന്ന് പറഞ്ഞ സെഷൻസ് ജഡ്ജിയാണ്. 21 പേജുള്ള ഒരു സാമാന്യ ദീർഘമായ ഒരു വിധിന്യായമാണ്. സുഹൃത്തുക്കളെ, ഇതിലെ വാദിയുടെയും പരാതിക്കാരിയുടെയും പ്രതിയുടെയും ഒന്നും വാദമുഖങ്ങളൊന്നും ഞാൻ വിശദമായിട്ട് എടുത്ത് സൂചിപ്പിക്കുന്നില്ല. കാരണം അത് കുറച്ച് ദിവസങ്ങളായി നമ്മളതിനെക്കുറിച്ചിട്ട് വിശദമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഇതിൽ പറയാനുള്ള 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബലാത്സംഗമായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം. ബലാത്സംഗം, അധികാര സ്ഥാനത്തിരുന്നുള്ള ബലാത്സംഗം. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ബലാത്സംഗം എന്ന വാദം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ ഉന്നയിച്ച ബലാത്സംഗം എന്ന് പറഞ്ഞ വാദം പരിപൂർണമായി കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. കാരണം 2-3 സ്ഥലത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു. പാലക്കാട് ഒരു ഫ്ലാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ബലാത്സംഗം ചെയ്തതിന് ശേഷം വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ ആയിരുന്നല്ലോ വാദം. ആ വാദം കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനമായും 12 മുതലുള്ള പാരഗ്രാഫിലാണ് അതിനെക്കുറിച്ചിട്ട് ജഡ്ജ് പറയുന്നത്. ജഡ്ജി പറയുന്നത് പരാതിക്കാരനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പരാതിക്കാരൻ BNSലെ സെക്ഷൻ 69 പ്രകാരം വിവാഹ വാഗ്ദാനം നൽകി ഈ ഇരയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട പരാതിക്കാരനെതിരായിട്ടുള്ള പ്രതിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. പ്രതി ഈ ഇരയെ അവരുടെ അനുവാദം കൂടാതെ നിരന്തരം ബലാത്സംഗം ചെയ്തുവെന്നും പരാതിക്കാരി ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ട് പോലും അവളുടെ അനുവാദമില്ലാതെ ഇരയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാദവും പരാതിക്കാരി ഇര ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അത് തെറ്റാണ് എന്നും
പരാതിക്കാരി ഇര വിവാഹിതയായിരുന്നുവെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ലൈംഗിക ബന്ധം എന്നുമാണ് പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചത്. എന്നിട്ട് അതിനെ തുറന്നിട്ട് കോടതി പറയുകയാണ്, പരാതിക്കാരി കൊടുത്ത മൊഴിയിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അതിന് പറയുന്നത് ഇങ്ങനെയാണ്: ഇനിഷ്യലി ദ റിലേഷൻഷിപ്പ് വാസ് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതായത് പ്രാഥമികമായി ഒരു പ്രേമത്തിലൂന്നിയ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നുവെന്നും അതിനുശേഷം അവരെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു എന്നും പ്രാഥമികമായി തുടക്കത്തിൽ അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നുവെന്നും ഈ ഇരയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കോടതി പറയും. എന്നാൽ പിന്നീട് ആ സംഭാഷണത്തിൻ്റെ രൂപഭാവ മാറ്റങ്ങൾ കാണുമ്പോൾ അവർ ഗർഭിണിയായതിനു ശേഷം അവർ തമ്മിലുള്ള ബന്ധം അത്ര സ്മൂത്തും സ്വീറ്റുമായിരുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. എന്നിട്ട് കോടതി എന്ത് പറയുന്നു? കോടതി ഈ ഇരയുടെ മൊഴി ഉദ്ധരിച്ചുകൊണ്ട് അവരെ ത്രട്ടൻ ചെയ്തു, അവരെ ഫോഴ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ അവർ കോടതി വിശദമായി പറയുന്നുണ്ട്. എന്നിട്ട് കോടതി 15ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇത് ഈ റേപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി 16ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അലിഗേഷൻ ഓഫ് റേപ്പ് ഇനിഷ്യലി വിത്ത് ദി കൺസെൻറ്റ് ആൻഡ് thereafter against her will and without her consent is not supported by any material at this point of time. അപ്പോൾ തന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ഈ ഇര പറയുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരവും പിന്നീട് ഇരയുടെ അനുവാദമില്ലാതെയും ഇരയെ ബലാത്സംഗം ചെയ്തതിന് ഈ സമയത്ത് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി പറയും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരയെ നിരന്തരം ബലാത്സംഗം ചെയ്തുവെന്നും അവർ ഗർഭിണിയായിരുന്ന സമയത്ത് അവരെ ബലാത്സംഗം ചെയ്തുവെന്നും അത് ഇരയുടെ അനുവാദമില്ലാതെ ആയിരുന്നുവെന്നും അതുകൊണ്ട് അനുവാദമില്ലാതെ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിലും അധികാര സ്ഥാനത്തിരുന്നപ്പോൾ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിലും വളരെ കർശനമായിട്ടുള്ള വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടണം എന്നുമുള്ള പ്രോസിക്യൂഷൻ്റെ വാദം ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളയുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞത് തെളിയിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ കോടതി പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുള്ള സംശയം പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല എന്ന് കോടതി വിശദമായി പറയുന്നുണ്ട്. എന്താ കോടതി 23ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? The court is not unmindful of the fact that frivolity in prosecution is also a factor to be considered and that it is essential to see whether the complaint is raised only to harass or humiliate the petitioner. അതായത് പരാതിക്കാരനെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനും ഹരാസ് ചെയ്യാനും അയാളെ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടിയിട്ടുള്ളതാണോ ഈ പരാതി എന്നുള്ള കാര്യം, അതിൻ്റെ ഭാഗമായി പ്രോസിക്യൂഷനിൽ ഫ്രിവോലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല, കണ്ടെന്ന് നടിക്കാൻ കഴിയില്ല. അതാണ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഫ്രിവോലിറ്റി ഇൻ പ്രോസിക്യൂഷൻ ഈസ് ഓൾസോ എ ഫാക്ടർ. അതും കൂടി ഒരു ഘടകമാണോ
and it is essential to see whether the complaint is raised only to harass or humiliate the petitioner. അപ്പോൾ ഈ പെറ്റീഷണറെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനും ഹരാസ് ചെയ്യാനും വേണ്ടിയിട്ടാണോ ഈ പരാതിയുമായിട്ട് വന്നത് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷനിലെ ഫ്രൂവിലിറ്റിയും കണ്ടില്ലെന്ന് നടിക്കാൻ കോടതിക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ പ്രതി ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ളതും പരാതി ഒരു ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് നൽകപ്പെട്ടതും എന്നതും അതൊരു വിവാദമുണ്ടാക്കാനാണോ എന്നുള്ള കാര്യവും തള്ളിക്കളയാൻ കഴിയില്ല എന്നും കോടതി പറയുന്നുണ്ട്. അതാണ് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദ പെർസ്യൂയിങ് ഇലക്ഷൻ, അതായത് അടുത്തുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും ഇൻ വ്യൂ ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ പെറ്റീഷണർ ബീയിങ് എ പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യൻ, പരാതിക്കാരനൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലും പരാതി ഉന്നയിച്ചത് ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യവും തള്ളിക്കളയാൻ കഴിയില്ല കോടതി പറയുക. The court is not oblivious of the scenario or backdrop upon which this complaint is initiated after a considerable delay. എന്ന് മാത്രമല്ല, ഈ പരാതി ഉന്നയിക്കുന്നത് വലിയ തോതിലുള്ള കാലതാമസത്തിന് ശേഷമാണെന്നുള്ള കാര്യവും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോടതി ആദ്യമായി പറയുന്നത്. ഒന്ന്, ബലാത്സംഗം തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരാതി കൊണ്ടുവന്നത് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊരു ഫ്രിവലസ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ ആണോ എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല. പരാതിക്കാരനെ ഹരാസ് ചെയ്യാനും ഹ്യൂമിലിയേറ്റ് ചെയ്യാനുമാണോ ഈ പരാതി കൊണ്ടുവന്നത് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല. ഈ കൺസിഡറബിൾ ഡിലേക്ക് ശേഷമാണ് ഈ പരാതി വന്നത് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പാണോ ഇത് വന്നത് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല. ഇതെല്ലാം കോടതി വിശദമായി സൂചിപ്പിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് കോടതി ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത്. ആ വാദം എത്രത്തോളം നിലനിൽക്കുന്നതാണ് എന്നുള്ള നിരീക്ഷണവും കൂടി നമ്മൾ നടത്തുന്നുണ്ട്. കോടതി 15-ാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ്, ഇത് ബലാത്സംഗം എന്നുള്ള ആരോപണം മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ളത്, ഇതിൽ ഗർഭഛിദ്രത്തിൻ്റെ ആരോപണവും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അതിൽ പ്രതി പറയുന്നത് ഗർഭഛിദ്രം നടന്നില്ല എന്ന് പ്രതി പറയുന്നില്ല, പക്ഷേ അത് പരാതിക്കാരിയുടെ കൂടി അംഗീകാരത്തോടുകൂടി അവർ ഇതിന് മരുന്നുകളൊക്കെ കഴിച്ചതിനെ തുടർന്നിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ അതിന് വിരുദ്ധമായി ഈ ഇരയും ഈ പ്രതിയും തമ്മിൽ നടന്ന ഒരു വോയിസ് ക്ലിപ്പിൻ്റെ വിശദാംശങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു എന്ന് കോടതി പറയുന്നു. ആ ഓഡിയോ ക്ലിപ്പിൽ, അതായത് പരാതിക്കാരിയും പ്രതിയും തമ്മിൽ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭാഷണങ്ങളുടെ ഓഡിയോ ക്ലിപ്പിൽ പരാതിക്കാരൻ ഈ ഇരയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നതായി കാണാം എന്ന് കോടതി പറയുന്നു. ദ പെറൂസൽ ഓഫ് ദ സെൻ ഒരു മഹസർ ഉണ്ടായിരുന്നു. മഹസർ പറയുന്നത് ഈ പരാതിക്കാരനും ഇരയുമായി അവർക്ക് ഒരു കുട്ടി വേണം എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ട് ഉള്ള സംസാരങ്ങൾ നടക്കുന്നു. ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ബിറ്റ്വീൻ ദ പെറ്റീഷണർ ആൻഡ് ദ ഡിഫാക്ടോ കംപ്ലൈനന്റ് റിഗാർഡിംഗ് ദ കൺസെപ്ഷൻ ഓഫ് എ ചൈൽഡ് ആൻഡ് thereafter when the victim was conceived, how the petitioner was insisting for termination of pregnancy. അതായത് ആ സംഭാഷണത്തിൽ കുട്ടി വേണമെന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള സംഭാഷണം അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഇര ഗർഭിണിയായി കഴിയുമ്പോൾ ഈ പ്രതി ഗർഭഛിദ്രം നടത്തണം എന്നുള്ള നിലയിൽ സംസാരിക്കുന്നു എന്ന് ആ ഓഡിയോ ക്ലിപ്പിനെ ബേസ് ചെയ്ത് കോടതി പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു, ആ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇരയ്ക്ക് ഈ കുട്ടിയെ നിലനിർത്തണം എന്നും കുട്ടി തന്നിൽ വളരുകയാണെന്നുകൊണ്ട് കുട്ടിയെ നിലനിർത്തണം എന്നുള്ള നിലയിലുള്ള ഇമോഷൻസ് ആണ് അവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കോടതി പറയുന്നുണ്ട്. എന്നിട്ട് കോടതി അപ്പം എന്താണ്, ഇവർ തമ്മിൽ വിശദമായിട്ടൊരു സംഭാഷണം നടക്കുന്നു. ആ സംഭാഷണത്തിൽ കുട്ടിയെ വേണം എന്നുള്ള കാര്യം ഈ പ്രതി ഇരയോട് പറയുന്നു. എന്നാൽ ഇര ഗർഭിണിയായി കഴിയുമ്പോൾ ഗർഭഛിദ്രം നടത്തണം എന്ന് പ്രതി പറയുന്നു.
എന്നാൽ ഈ കുട്ടി ഗർഭഛിദ്രം നടത്താൻ പാടില്ല എന്നുള്ളതാണ് തൻ്റെ അഭിപ്രായം എന്ന് ഇര പറയുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ദോസ് ചാറ്റ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ഹെർ dilemma to choose between the insistence of the petitioner for terminating the pregnancy and her wish to keep the child. എന്നിട്ട് കോടതി പറയുന്നു, ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ഗർഭഛിദ്രം നടത്തണം എന്ന പ്രതിയുടെ ആവശ്യത്തിനും കുട്ടിയെ നിലനിർത്തണം എന്നുള്ള ഇരയുടെ ആവശ്യത്തിനും ഇടയിൽ ഇര ധർമ്മസങ്കടത്തിലായിരുന്നു എന്ന് കോടതി പറയുന്നു. കോടതി പറയുന്നത് എന്താണ്? ദോസ് ചാറ്റ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ഹെർ ഡിലമ ടു ചൂസ് ബിറ്റ്വീൻ ദ ഇൻസിസ്റ്റൻസ് ഓഫ് ദ പെറ്റീഷണർ ഫോർ ടെർമിനേറ്റിംഗ് ദ പ്രഗ്നൻസി ആൻഡ് ഹെർ വിഷ് ടു കീപ് ദ ചൈൽഡ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു. അതായത് ഗർഭഛിദ്രം നടത്തണം എന്ന് പ്രതി പറയുന്നു, എന്നാൽ കുട്ടിയെ നിലനിർത്തണം എന്ന് ഇര പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇര ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു. ഇതാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് പ്രതിക്കെതിരായിട്ടുള്ള വാദത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഗർഭഛിദ്രം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗർഭഛിദ്രം നടന്നു എന്ന് കണ്ടുപിടിക്കുകയും മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഇതിനകത്തൊരു ചെറിയ വിഷയം ഉണ്ട്. എന്താണ് വിഷയം? വിഷയം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതി നിർബന്ധിതമായി ഗർഭഛിദ്രം നടത്തി എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അത് ആ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കാവുന്ന കാര്യമാണോ? ആ സംഭാഷണത്തിൽ നിന്ന് നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രതി നിർബന്ധിച്ചു എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതിക്ക് എത്താൻ കഴിയുമോ എന്നുള്ള വിഷയം അവിടെ കിടപ്പുണ്ട്. നിർബന്ധിതമായിട്ടുള്ള ഗർഭഛിദ്രമാണ് പ്രതി നടത്തിയത് എന്നുള്ളതിന് എന്ത് തെളിവാണ് കോടതി നിരത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗ്രേ ഏരിയാസ് അതിനകത്ത് കിടപ്പുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇരയ്ക്ക് ഗർഭഛിദ്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ വേണമെന്ന് ഇര ആവശ്യപ്പെടുകയും ആ ഇര ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് പ്രതി ഈ മരുന്ന് മേടിച്ച് ഇരയ്ക്ക് കൊടുത്തതെന്നും ഇര അത് സ്വന്തം സമ്മതപ്രകാരമാണ് ആ മരുന്ന് ഉപയോഗിച്ചത് എന്നുമൊക്കെയുള്ള തെളിവുകൾ പ്രതി കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ കോടതി എടുത്തിരിക്കുന്ന തീരുമാനം? ഇവിടെ കോടതി എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ആദ്യം പ്രതി കുട്ടിയെ വേണമെന്ന് പറയുന്നു, എന്നാൽ ഗർഭിണിയായി കഴിയുമ്പോൾ കുട്ടിയെ വേണ്ട എന്ന് പറയുന്നു. ഗർഭിണിയായി കഴിയുമ്പോൾ ഗർഭഛിദ്രം നടത്തണമെന്ന് ഇയാൾ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു. ഇര ഗർഭഛിദ്രം നടത്താൻ തയ്യാറാവുന്നില്ല. അവസാനം ഗർഭഛിദ്രത്തിന് പ്രതി ഇരയെ പ്രേരിപ്പിച്ചു എന്ന് തെളിയിക്കാനുള്ള കോടതിയുടെ തെളിവെന്ന് പറഞ്ഞാൽ എന്താ? തെളിവായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു വാചകമാണ്. എന്താ? ഗർഭഛിദ്രം വേണം എന്ന് പ്രതി പറയുന്നു, എന്നാൽ ഗർഭഛിദ്രം വേണ്ട, കുട്ടി വളരണം എന്ന് ഇര പറയുന്നു. ഇതിൻ്റെ ഇടയിൽ അവർ ധർമ്മസങ്കടത്തിലായിരുന്നു എന്നുള്ള വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് കോടതി തീരുമാനിച്ചു. അതിന് കൃത്യമായിട്ടുള്ള സ്കേറ്റിംഗ് ആയിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അതങ്ങനെയല്ല എന്ന് പ്രതി പറഞ്ഞ തെളിവുകൾ കോടതി അംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകുന്നതിന് ആവശ്യമായിട്ട് കോടതി കൊണ്ടുവന്നിരിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് വളരെ വളരെ പരമ ദുർബലമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ ബലാത്സംഗം തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള സംശയം കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ദുർബലമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നാണ്. ഈ പശ്ചാത്തലത്തിൽ ഇതിനെതിരെ അപ്പീലുമായി ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടുന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വളരെ വലുതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാനുള്ളത്.